പറഞ്ഞല്ലോ. അപ്പോൾ ഫിദിയയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം വന്നിട്ടുണ്ട്. ഒരാൾ നോമ്പ് ഉപേക്ഷിച്ചാൽ അത് എത്രയാണ് പ്രായശ്ചിത്തമായി നൽകേണ്ടത്? ആദ്യം ഫിദിയനെ പറ്റി പറയാം. ഫിദിയ 2 വിഭാഗം ആളുകൾക്കാണ് ഫിദിയ. ഒന്ന്, മാറാ രോഗികൾ, എപ്പോഴും മെഡിസിൻ കഴിക്കണം, നോമ്പെടുക്കാൻ പറ്റാത്ത രോഗികൾ, നാളെ മറ്റന്നാളോ അടുത്ത കാലത്തൊന്നും ഭേദമാകുമെന്ന് ഒരു പ്രതീക്ഷയുമില്ലാത്ത രോഗികൾ. അവർ ആദ്യം തന്നെ നോമ്പ് ഒഴിവാക്കുന്ന അത്തരം രോഗികൾ നോമ്പ് ഒഴിവാക്കുന്നതിന് പകരമായി ഓരോ നോമ്പിനും ഓരോ അഗതിക്കുള്ള ആഹാരം ഫിദിയായിട്ട് കൊടുക്കും. ഇതാണ് ഒരു വിഭാഗം. രണ്ടാമത്തത്, ന്യായമായ കാരണങ്ങളാൽ നോമ്പ് ഒഴിവാക്കിയവർ, രോഗികൾ, യാത്രക്കാർ, ഗർഭിണികൾ, മുലയൂട്ടുന്നവർ, ഇങ്ങനെയുള്ള രോഗികൾ, ഇങ്ങനെയുള്ളവർ നോമ്പ് ഒഴിവാക്കിയാൽ അവർ പിന്നീട് നോറ്റ് കൂട്ടണം. ഫൈദത്തുമിൻ അയ്യാമിൻ ഉഖർ, അടുത്ത വർഷത്തെ നോമ്പിൻ്റെ മുമ്പ് 11 മാസമുണ്ട്. ഒരു മാസം നോമ്പ് ഒഴിവാക്കിയാൽ ഓരോ മാസവും 3 നോമ്പ് എടുത്താൽ തന്നെ 10 മാസം കൊണ്ട് തീരും. എന്നാൽ അശ്രദ്ധമായി അത് നാളെ എടുക്കാം, മറ്റന്നാളെടുക്കാം, അതിനൊരു ഗൗരവം കാണിക്കാതെ പിന്നെ പിറ്റത്തെ റമദാനായി, അയ്യോ റമദാനായല്ലോ, നോമ്പ് നോറ്റ് കൂട്ടിയിട്ടില്ലല്ലോ. അങ്ങനെയുള്ള ആളുകൾ പിറ്റത്തെ വർഷം നോമ്പ് കഴിഞ്ഞിട്ട് ഓരോ നോമ്പിന് ഫിദിയ നൽകണം, നോറ്റ് വീട്ടുകയും വേണം. എന്താണ് ഫിദിയ കൊടുക്കേണ്ടത്? ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തആമു മിസ്കീൻ, ഒരു അഗതിക്കുള്ള ആഹാരം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് ഒരു മുദ്ദ് ആഹാരം, അതുകൊണ്ട് ഒരു മുദ്ദ് അരി എന്ന് പറയുന്നത്, ഒരു മുദ്ദല്ല, ഒരു ഒരു 2 സാര അര സാഗ് എന്നൊക്കെ വെച്ചാൽ പല രൂപത്തും പറഞ്ഞു. അതായത് ഒരു ദിവസം ഒരാൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം എന്നാണ് ഫിദിയത്തുൻ തആമു മിസ്കീൻ. ഖുർആനിലോ ഹദീസിലോ എത്രയാണെന്നോ എന്താണെന്നോ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇമാം ബഗവി ഒക്കെ പറയുന്നത് ഒരാൾക്ക് അത്താഴം കഴിക്കാനും നോമ്പ് മുറിക്കാനും എത്ര ഭക്ഷണം വേണോ അത്രയും ആണ് കൊടുക്കേണ്ടത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും ഒരഗതിക്ക് ഇറച്ചിയും പത്തിരിയുമാണ് കൊടുത്തിരുന്നത്. ബുഖാരിയിലുണ്ട് അങ്ങനെ ചെയ്തിരുന്നത്. അപ്പോൾ ഒന്നുകിൽ ഭക്ഷണ കിറ്റായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ വേവിച്ച് വിളമ്പി അഗതികളെ വിളിച്ചിട്ട് അങ്ങനെ ഭക്ഷണം കൊടുക്കാം, അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാനുള്ള കിറ്റായിട്ടോ അതിനുള്ള എമൗണ്ട് ആയിട്ടോ കൊടുക്കാം. ഓരോ നോമ്പിന് ഒരു അഗതിക്കുള്ള ആഹാരം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ അങ്ങനെ പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു കൃത്യമായൊരു കണക്ക് കിട്ടൂലല്ലോ, പലരും ചോദിക്കലുണ്ട്, പല ആളുകളും ചോദിക്കുന്നത്. അപ്പം ഞാൻ പറയല് ഓരോ നാട്ടിലും ഭക്ഷണത്തിൻ്റെ റേറ്റ് വ്യത്യസ്തമായിരിക്കുമല്ലോ. അപ്പോൾ എന്നോട് ചോദിക്കുന്ന ആളുകളോട് ഞാൻ പറയും, നിങ്ങളുടെ നാട്ടിൽ ഒരാൾക്ക് അത്താഴം കഴിക്കാനും നോമ്പ് മുറിക്കാനും എത്ര പൈസ വരും? ഒരു ദിവസത്തെ നോമ്പിൻ്റെ ഒരു ദിവസത്തെ ഭക്ഷണത്തിനുള്ള എത്ര പൈസ വരും? അത്രയും പൈസക്ക് കണക്കാക്കി ഭക്ഷണ കിറ്റായിട്ടോ പൈസയായിട്ടോ നിങ്ങൾ കൊടുക്കുക എന്ന് പറയല്. അത് ചിലപ്പോൾ ഒരു 200, 250, 300 ഒക്കെ ആയിട്ട് വരും ഇന്നത്തെ ഇതനുസരിച്ച്.